നമസ്കാരം. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഈ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 30 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മീനൻ രാശിയിൽ സൂര്യനും ശനിയും കൂടിച്ചേരുന്നതോടെ ചില രാശിക്കാർക്ക് ഭാഗ്യകരമായ ഒരു കാലഘട്ടമായിരിക്കും വരാൻ പോകുന്നത്. ഈ അപൂർവ വിന്യാസം പ്രത്യേകിച്ച് 3 രാശിയിൽപ്പെട്ടവർക്ക് സമൃദ്ധിയുടെയും വിജയത്തിൻ്റെയും ഒരു ഘട്ടത്തിന് തന്നെ തുടക്കം കുറിക്കും. വളരെയധികം മാറ്റങ്ങൾ ഈ രാശിമാറ്റം കൊണ്ടുവരും. ജ്യോതിഷപരമായി സൂര്യൻ സർക്കാർ ജോലിക്ക് അത്യാവശ്യമായ ബഹുമാനം, അന്തസ്സ്, ആത്മവിശ്വാസം തുടങ്ങിയ ഗുണങ്ങളെ പ്രതിനിധീകരിക്കുന്നു. അതേസമയം ശനി പ്രായം, കർമ്മം, നീതി, കഠിനാധ്വാനം എന്നിവയെ പ്രതീകപ്പെടുത്തുന്നു. വേദജ്യോതിഷത്തിൽ അച്ഛനും മകനും എന്ന നിലയിൽ അവരുടെ പങ്ക് കണക്കിലെടുക്കുമ്പോൾ അവരുടെ സംയോജനം ഒരു പ്രധാന സംഭവമാണ്. ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യനും കർമ്മദാവായ ശനിയും തമ്മിലുള്ള ഈ ബന്ധം ചില രാശിചിഹ്നങ്ങൾക്ക് ജീവിതത്തിൻ്റെ വിവിധ വശങ്ങളിൽ കാര്യമായ സ്വാധീനം ചെലുത്തുമെന്ന് സൂചിപ്പിക്കുന്നു. 2025 മാർച്ച് 29 ശനി മീനം രാശിയിലേക്ക് പ്രവേശിക്കുകയും തുടർന്ന് സൂര്യൻ അടുത്തു വരികയും ചെയ്യുന്നതിനാൽ ശ്രദ്ധേയമായ ഒരു വിന്യാസം സംഭവിക്കും. ഇത് ചിലർക്ക് ഭാഗ്യവും അപ്രതീക്ഷിത സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാക്കുമെന്നും അവരുടെ ജീവിതത്തിൽ ഒരു പരിവർത്തന കാലഘട്ടത്തിന് വേദിയൊരുക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. 3 രാശിയിൽപ്പെട്ടവർക്കാണ് ഈ ഒരു സൂര്യ ശനി സംയോജനം മൂലം സമൃദ്ധിയും ഐശ്വര്യം ഉണ്ടാകുന്നത്. മീനൻ രാശിക്കാർക്ക് ഈ സംയോജനം വലിയ പ്രതീക്ഷ നൽകുന്നു. ഇത് അവരുടെ ലഗ്നഭാവത്തിൽ സംഭവിക്കുന്നു. അത് അവർക്ക് സാമൂഹിക ബഹുമാനം, വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ വിജയം, ദാമ്പത്യ ജീവിതത്തിൽ ആനന്ദം, അവിവാഹിതർക്ക് വിവാഹ ആലോചനകൾ എന്നിവ കൊണ്ടുവരുമെന്ന് പ്രവചിക്കപ്പെടുന്നു. പ്രത്യേകിച്ച് ഇവർക്ക് ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറിപ്പോകുന്ന ഒരു സമയമാണ് വരാൻ പോകുന്നത് ഈ ശനിമാറ്റം മൂലം. അതുപോലെ വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകൾ, പ്രത്യേകിച്ച് പഠിച്ച് വിദ്യാഭ്യാസമൊക്കെ പൂർത്തിയാക്കി ഇരിക്കുന്ന കുട്ടികൾക്ക് മത്സര പരീക്ഷകൾ വഴി നല്ല ഉദ്യോഗം ലഭിക്കാനുള്ള സാധ്യതകളൊക്കെ കാണിക്കുന്നുണ്ട്. കൂടാതെ ഇവർക്ക് ആരോഗ്യത്തിൽ പുരോഗതി, മാനസിക സമാധാനം, തൊഴിൽ വിജയം, അതായത് ചെയ്യുന്ന ജോലിയിലൊക്കെ നല്ല രീതിയിൽ ഉയർന്നു പോകാനുള്ള സാധ്യതകളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. രണ്ടാമത്തെ രാശി മകരം രാശിയാണ്. മകരം രാശിക്കാർക്ക് സൂര്യശനി സംയോജനം മൂലം വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കാൻ സാധ്യതയുള്ളവരാണ്. 7ാം ശനി മാറുന്നത് മൂലം വെല്ലുവിളികൾ മാറിപ്പോകുന്നതാണ്. ഇത് അപ്രതീക്ഷിത സാമ്പത്തിക നേട്ടങ്ങൾ, ധൈര്യം, കുടുംബത്തിൽ നിന്നുള്ള ശക്തമായ പിന്തുണ, അതായത് ധാർമ്മികമായ പിന്തുണ എന്നിവയ്ക്ക് കാരണമാകും. പിതൃബന്ധങ്ങളിൽ നിന്നുള്ള നേട്ടങ്ങൾ, ബിസിനസ്സിലും ജോലിയിലും വിജയം, സ്ഥാനക്കയറ്റം, വരുമാന വർധനവ് എന്നിവ ഇവരുടെ സാമ്പത്തിക സ്ഥിരതയെ ഗണ്യമായി മെച്ചപ്പെടുത്തും. ഇവരുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് മകരം രാശിക്കാർക്ക് 7.5 വർഷമായിട്ട് ശനിയുടെ ഒരു ദൃഷ്ടിയിലായിരുന്നു. ഈ ശനി മാറുന്നത് മൂലം, 7ാം ശനി മാറുന്നത് മൂലം ഇവരുടെ ജീവിതത്തിൽ സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവുമൊക്കെ കടന്നു വരാൻ പോവുകയാണ്. അതുകൊണ്ട് ഈ ഒരു സമയം ഇവർ വളരെയധികം പ്രയോജനപ്പെടുത്താനാണ് നോക്കേണ്ടത്. ഇനി അടുത്ത രാശി 3ാമത്തെ രാശിയാണ് ഇടവം രാശി. ഈ സൂര്യ ശനി സംയോജനം മൂലം ഇടവം രാശിക്കാർക്ക് ധാരാളം നേട്ടങ്ങൾ ഉണ്ടാവും. സൂര്യശനി സംയോജനം വരുമാനവും ലാഭവും വർദ്ധിപ്പിക്കുമെന്ന് കാണിക്കുന്നു. പുതിയ വരുമാന സ്രോതസ്, പുതിയ ജോലി, അപ്രതീക്ഷിത ബിസിനസ് ലാഭം, ബിസിനസ് യാത്രകളിൽ നിന്നുള്ള നേട്ടങ്ങൾ, ഫലപ്രദമായ നിക്ഷേപ വരുമാനം എന്നിവയ്ക്ക് കാരണമായേക്കാം. പ്രത്യേകിച്ച് ഇടവം രാശിക്കാർക്ക് കണ്ടക ശനി കാലഘട്ടമായിരുന്നു കഴിഞ്ഞ 2.5 വർഷക്കാലമായിട്ട്. ഒപ്പം വ്യാഴം ജന്മത്തിലുമായിരുന്നു, അതിനുമുമ്പ് 12ലെ വ്യാഴവുമായിരുന്നു. അങ്ങനെ എല്ലാ തരത്തിലും 2.5 വർഷമായിട്ട് ദുരിതപൂർണമായ ഒരു ജീവിതമായിരുന്നു ഇവർ നയിച്ചുകൊണ്ടിരുന്നത്. അതിനെല്ലാം മാറ്റം വന്ന് ഇവരുടെ ജീവിതത്തിൽ സമ്പത്തും സമൃദ്ധിയും, അതായത് അപ്രതീക്ഷിത ധനലാഭം ഒക്കെ വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് സൂര്യ ശനി സംയോജനം മൂലം ഏറ്റവും കൂടുതൽ ഫലം ലഭിക്കാൻ പോകുന്നത് തന്നെ ഇടവം രാശിക്കാർക്കാണ്. കാർത്തിക, മുക്കാല്, രോഹിണി, മകീര തലയേർന്ന ഇടവൻ രാശിക്കാർക്കാണ് എല്ലാ തരത്തിലും ശനിമാറ്റം മൂലവും
സൂര്യ ശനി സംയോജനം മൂലവും അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന വ്യാഴമാറ്റം മൂലവും ഏറ്റവും കൂടുതൽ ഫലം ലഭിക്കുന്നത് ഇടവം രാശിക്കാർക്കാണ്. കൂടാതെ ശനിയെ അല്ലെങ്കിൽ ധർമ്മശാസ്താവിനെ ശനിയാഴ്ചകളിൽ പ്രാർത്ഥിക്കുക, അതും കൂടുതൽ ഫലങ്ങൾ ലഭിക്കുന്നതിന് കാരണമാവുന്നതാണ്.